പെസഹായ്ക്ക് എത്ര ദിവസം മുമ്പാണ് യേശു ബഥാനിയയിലേക്ക് വന്നത്? 6 ദിവസം. യേശുവിനായി അത്താഴം ഒരുക്കിയ ബഥാനിയയിലെ വീട്ടിൽ വെച്ച് അവനെ പരിചരിച്ചത് ആരാണ്? മർത്ത. വിലയേറിയ നാർദീൻ സുഗന്ധതൈലം എടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തത് ആരാണ്? മറിയം. മറിയം പൂശിയ സുഗന്ധതൈലം എത്ര ദനാറയ്ക്ക് വിൽക്കാമായിരുന്നു എന്നാണ് യൂദാസ്കറിയാത്ത ചോദിച്ചത്. 300. യൂദാസ്കറിയോത്തായുടെ കൈവശം എന്താണ് ഉണ്ടായിരുന്നത് എന്നാണ് വചനം വ്യക്തമാക്കുന്നത്? പണസഞ്ചി. മറിയം ചെയ്ത പ്രവൃത്തിയെ യേശു തൻ്റെ ഏത് ദിവസവുമായിട്ടാണ് ബന്ധിപ്പിച്ചത്? ശവസംസ്കാര ദിനവുമായി. ആര് എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ദരിദ്രർ. യേശുവിനെ കാണാൻ വന്ന വലിയൊരു ഗണം യഹൂദർ യേശുവിനെ കൂടാതെ വേറെ ആരെ കാണാനാണ് ആഗ്രഹിച്ചത്? ലാസറിനെ. ലാസർ നിമിത്തം പലരും യേശുവിൽ വിശ്വസിച്ചതിനാൽ ലാസറിനെ കൂടി കൊല്ലാൻ ആലോചിച്ചത് ആരാണ്? പുരോഹിത പ്രമുഖന്മാർ. ജെറുസലേമിലേക്ക് വന്ന യേശുവിനെ എതിരേൽക്കാൻ ജനക്കൂട്ടം ഏതു മരത്തിൻ്റെ കൈകളാണ് എടുത്തത്? ഈന്തപ്പനയുടെ. യേശുവിനെ എതിരേറ്റ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞ ജയഘോഷം എന്തായിരുന്നു? ഹോസാന. സിയോൻ പുത്രി ഭയപ്പെടേണ്ട എന്ന് പ്രവചിച്ചതുപോലെ യേശു ഏതു മൃഗത്തിൻ്റെ പുറത്താണ് എഴുന്നള്ളിയത്? കഴുതക്കുട്ടിയുടെ. യേശുവിനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് പീലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന വിദേശികൾ ആരായിരുന്നു? ഗ്രീക്കുകാർ. ഗ്രീക്കുകാർ യേശുവിനെ കാണാൻ വന്നപ്പോൾ ഗലീലയിലെ ബേത്സയിദയിൽ നിന്നുള്ള ഏതു ശിഷ്യനെയാണ് ആദ്യം സമീപിച്ചത്? പീലിപ്പോസിനെ. പീലിപ്പോസ് ഗ്രീക്കുകാരുടെ താൽപ്പര്യം ചെന്ന് പറഞ്ഞതും പിന്നീട് പീലിപ്പോസിനൊപ്പം യേശുവിനെ വിവരമറിയിച്ചതുമായ മറ്റൊരു ശിഷ്യനാര്? അന്ത്രയോസ്. നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ വളരെ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത് എന്ത്? ഗോതമ്പ് മണി. ഈ ലോകത്തിലെ തന്നെ ജീവനെ ദ്വേഷിക്കുന്നവൻ അതിനെ എങ്ങനെയുള്ള ജീവനിലേക്ക് കാത്തു സൂക്ഷിക്കും? നിത്യജീവനിലേക്ക്. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് യേശു പറഞ്ഞപ്പോൾ എവിടെ നിന്നാണ് സ്വരമുണ്ടായത്? സ്വർഗത്തിൽ നിന്നും. സ്വർഗത്തിൽ നിന്നുണ്ടായ ശബ്ദം കേട്ടപ്പോൾ അവിടെ നിന്നിരുന്ന ജനക്കൂട്ടത്തിൽ ചിലർ അത് എന്താണെന്നാണ് വിചാരിച്ചത്? ഇടിമുഴക്കം. താൻ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുമ്പോൾ ആരെയാണ് എന്നിലേക്ക് ആകർഷിക്കുക എന്നാണ് യേശു പറഞ്ഞത്? എല്ലാ മനുഷ്യരെയും.
അന്ധകാരം കീഴടക്കാതിരിക്കാൻ നിങ്ങളുടെ ഇടയിൽ എന്തുണ്ടായിരിക്കുമ്പോൾ നടക്കണമെന്നാണ് യേശു ഉപദേശിച്ചത്? പ്രകാശം. യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ടിട്ടും ജനങ്ങൾ വിശ്വസിക്കാതിരുന്നതിലൂടെ ഏതു പ്രവാചകൻ്റെ വചനമാണ് പൂർത്തിയായത്? യെശയ്യാ. അധികാരികളിൽ പലരും യേശുവിൽ വിശ്വസിച്ചെങ്കിലും എവിടെ നിന്ന് ബഹിഷ്കൃതരാകാതിരിക്കാൻ വേണ്ടിയാണത് ഏറ്റുപറയാതിരുന്നത്? സിനഗോഗിൽ നിന്നും. അവിശ്വാസികളായ അധികാരികൾ ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തേക്കാൾ അധികം എന്തിനെയാണ് അഭിലഷിച്ചത്? മനുഷ്യരുടെ പ്രശംസയെ. താൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല, മറിച്ച് എന്തിനാണെന്നാണ് യേശു വ്യക്തമാക്കുന്നത്? രക്ഷിക്കാൻ. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. യോഹന്നാൻ 12:3. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. യോഹന്നാൻ 12:24. ഞാൻ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. യോഹന്നാൻ 12:32. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. യോഹന്നാൻ 12:46. എന്തെന്നാൽ ഞാൻ സ്വമേധയല്ല സംസാരിച്ചത്, ഞാൻ എന്തു പറയണം, എന്തു പഠിപ്പിക്കണമെന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. യോഹന്നാൻ 12:49.